ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന അമ്മാറത്തി എന്ന് വരുന്ന ആ വരികൾ മുതൽ ശരീരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഒരു നഫ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാരണം നഫ്സ് എന്നുള്ളത് തെറ്റുകളെ കൊണ്ട് ധാരാളം കൽപ്പിക്കുന്നതാണ്. അതാണ് അമ്മാറത്തും ബിൻ നഫ്സ്, അമ്മാറത്തായ നഫ്സ് എന്ന് പറയും. അത് അനുസരിക്കുകയില്ല, നന്മ അനുസരിക്കുകയില്ല. വാർദ്ധക്യം എത്തിയാലും തലമുടി നെരിച്ചാലും അത് അനുസരിക്കുകയില്ല. അതാണ് പറഞ്ഞത്. തുടർന്ന് കവി പറയുന്നു, മല്ലി ബിറദ്ദി ജിമാഹിൻ മിൻ ഗവായതിഹാ കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി ബിൽ നുജുമി. ആരാണ് ലീ എനിക്ക്, ആരാണ് ബിറദ്ദി ജിമാഹിൻ മിൻ ഗവായതിഹാ, ആ ശരീരം ദുർമാർഗത്തിൽ നിന്ന് ശാഠ്യം കാണിക്കലിന് തടയൽ കൊണ്ട് അത് ദുർമാർഗത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ ദുർമാർഗത്തിൽ നിന്ന് തടയുന്നവൻ ആരാണ്? കമാ യുറദ്ദു ജിമാഹുൽ ഖൈലി, ശാഠ്യം കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന, അനുസരണയില്ലാത്ത കുതിരനെ തടയപ്പെടുന്നത് പോലെ, ബില്ലുജുമി, കടിഞ്ഞാണം കൊണ്ട്, അനുസരിക്കാത്ത കുതിരയെ കടിഞ്ഞാണം കെട്ടി തടയപ്പെടുന്നത് പോലെ അനുസരണയില്ലാത്ത ശരീരത്തിനെ ദുർമാർഗത്തിൽ നിന്ന് എനിക്ക് തടയുന്നവർ ആരാണ് എന്ന് കവി ചോദിക്കുന്നു. അതുകൊണ്ട് ഫലാ തറും ബിൽ മആസി കസ്റ ശഹവതിഹാ ഇന്നത്ത്വആമ യുഖവ്വി ശഹവതൻ നഹിമി. അതുകൊണ്ട് ഫലാത്തറും, നീ തേടരുത്, ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് തേടരുത്. എന്തിനെ? കസ്റ ശഹവതിഹാ, ശരീരത്തിൻ്റെ വികാരങ്ങളെ പൊളിക്കാൻ നീ എന്താക്കണ്ട? തെറ്റുകളെ കൊണ്ട് തേടരുത്. കാരണം ഇന്നത്ത്വആമ, തീർച്ചയായിട്ടും നല്ല രസകരമായിട്ടുള്ള ഭക്ഷണം, അത് യുക്കവ്വി, അത് ശക്തിപ്പെടുത്തും, ഷഹവത്തൻ നഹിമി, അത്യാഗ്രഹമാകുന്ന വികാരത്തെ ശക്തിപ്പെടുത്തുന്നു. ഒരാൾക്ക് ഭക്ഷണം തിന്നാൻ വേണ്ടി പൂതിയുണ്ട്, അത്യാഗ്രഹമുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി നല്ല രസമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെയും അതിനോടുള്ളതായ ഇഷ്ക്, അതിനോടുള്ള ഷഹവത്ത്, വികാരം ശക്തിപ്പെടുത്തുന്നല്ലാതെ കുറയ്ക്കുകയില്ല. എന്നതുപോലെ നിൻ്റെ വികാരത്തിനെ പൊളിക്കാൻ വേണ്ടി, ശരീരത്തിൻ്റെ വികാരം പൊളിക്കാൻ വേണ്ടി തെറ്റുകളെ കൊണ്ട് നീ തേടരുത്. തെറ്റ് ചെയ്ത് വികാരം നീ നിർത്താൻ നോക്കരുത്. അത് പിന്നെയും വികാരം കൂടിക്കൊണ്ടേ പോകും. ശരീരം ഏതുപോലെയാണ്? വന്നഫ്സു കത്തിഫിലി ഇൻ തുഹ്മിൽഹു ശബ്ബ അലാ ഹുബ്ബിർ റളാഇ വഇൻ തഫ്തിംഹു യൻഫതിമി. വന്നഫ്സു, ശരീരം എന്നുള്ളത്, കത്തിഫിലി, ഒരു കുട്ടിയെ പോലെയാണ്, ചെറിയ കുഞ്ഞിനെ പോലെയാണ്. ഇൻ തുഹ്മിൽഹു, ആ കുട്ടിയെ നീ ഉപേക്ഷിച്ചാൽ. എന്തിനെ മേൽ ഉപേക്ഷിച്ചു? അതിനെ നീ എന്താക്കി? മുല കൊടുക്കുന്ന കുട്ടിനിക്ക് ഒരു സ്ത്രീ, അപ്പോൾ ആ കുട്ടിക്ക് മുല കൊടുത്തു, അങ്ങനെ അതിനെ നീ നിർത്താതെ ഉപേക്ഷിച്ചാൽ, ഷബ്ബ, അതിങ്ങനെ വളരിക്കൊണ്ട് യുവാവാവും, ചെറുപ്പക്കാരനാവും ആ കുട്ടി. ഏതിന് മേൽ യുവാവാവും? അല ഹുബ്ബിർ റളാഇ, മുലക്കുടിൻ്റെ സ്നേഹത്തിൻ്റെ മേൽ. മുലക്കുടി വിടാൻ അതിനൊക്കെ എന്തുണ്ടാവില്ല, ഒരു ആഗ്രഹമുണ്ടാവില്ല. അപ്പോൾ മുലൻ്റെ സ്നേഹത്തിൻ്റെ മേൽ, മുലക്കുടിയുടെ സ്നേഹത്തിൻ്റെ മേൽ, ആ ഹുബിൻ്റെ മേൽ ഇങ്ങനെ വളർന്ന് വലുതാവും. വൈൻ തഫ്തിംഹു, ആ കുട്ടിനെ നീ എന്താക്കി? മുലകുടി മാറ്റിയാൽ, ആ മുലകുടി മുറിച്ചാൽ, യംഫത്തിമു, അതെന്താവും? ആ മുലകുടി, ആ കുട്ടി മുറിയുകയും ചെയ്യും, മാറ്റി നിൽക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് ശരീരം അപ്രകാരം തന്നെയാണ്. ഏതുപോലെ കുട്ടിനിക്ക് മുല കൊടുക്കുന്ന കുട്ടിനിക്ക്, ആ കുട്ടിന് 2 വയസ്സിന് വരെ മുല കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പിന്നെയും നിർത്താതെ പോയാൽ പിന്നെ വെറുതെ യുവാവായി വയസ്സാകുന്നത് വരെ കുട്ടിക്ക് പിന്നെയും മുല കുടിക്കാനാണ് ആഗ്രഹമുണ്ടാവും. എന്നതുപോലെയാണ് ശരീരം. ആ ശരീരം നമ്മൾ അതിനൊക്കെ ഉപദേശം, അതിലേക്ക് വിട്ടുകൊടുത്താൽ അതെന്താവും? പിന്നെ തിന്മയിലേക്ക് വളർന്ന് പിന്നെ മോശത്തിലേക്ക് തന്നെയാണ് ആ ശരീരം പോകുന്നത്. അത് കുട്ടിയെപ്പോലെയാണ് ശരീരം എന്നുള്ളത്. അപ്പം നമ്മൾ അതിനൊക്കെ ഒരു കടിഞ്ഞാണം, ഒരു തടയൽ നമ്മൾ ഇടണം. എന്നാൽ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയും. ഫസ്രിഫ് ഹവാഹ വഹാദിർ അൻ തുവല്ലിയഹു ഇന്നൽ ഹവാ മാ തവല്ല യുസ്മി ഔ യസ്മി. അതാ ഫസ്രിഫ്, അതുകൊണ്ട് നീ തിരിച്ചു കളയണം, അതിനെ ഓടിക്കുക. ഏതിനെ? ഹവാഹ, ശരീരത്തിൻ്റെ തടിയിച്ചുകളെ നീ ഓടിക്കുക, അതിനെ തിരിക്കുക. വഹാദിർ, നീ സൂക്ഷിക്ക്, അൻ തുവല്യഹു, ആ ശരീരത്തിലേക്ക് നീ നൽകലിനെ,
ചോദിച്ചതൊക്കെ ശരീരത്തിലേക്ക് നൽകലിനെ നീ സൂക്ഷിക്കുക. കാരണം ഇന്നൽ ഹവ, തീർച്ചയായും തടി ഈച്ച എന്ന് പറയുന്നത്, മാത്തവല്ല, അത് നീ ചോദിച്ചതൊക്കെ നൽകുകയാണെങ്കിൽ യുസ്മി, അത് ഒരു പക്ഷേ ആ ശരീരത്തിനെ കൊല്ലുന്നു. അല്ലെങ്കിൽ ഔ യസുമി, അല്ലെങ്കിൽ അത് ശപിച്ചുകൊണ്ട് അത് ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ന്യൂനതകളെ അത് പുറത്തെടുത്തുകൊണ്ടേയിരിക്കും. നിന്റെ കുറ്റങ്ങൾ, നിന്റെ ന്യൂനതകൾ, നിന്റെ ആറക്കുറവുകൾ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കും. എന്തുകൊണ്ട്? നീ അതിനെ ഉപദേശിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ തടിയീച്ചകൾ നീ മാറ്റാൻ നോക്കണം. ശരീരം പറഞ്ഞതുപോലെ കേൾക്കാതിരിക്കണം. കാരണം ശരീരം അത് തെറ്റുകൊണ്ട് കൽപ്പിക്കുന്നതാണ്. അതിനെ മാറ്റണം. ഇല്ലെങ്കിൽ അത് നിന്നെ കൊല്ലും. അവസാനം നിന്റെ ഈമാൻ നഷ്ടപ്പെടുത്തും എന്നാണ് പറയുന്നത്. ورائها وهي في العمال صائمة وإن هي استحلت المرأة فلا تسمه. വറാഇഹ, മാത്രമല്ല അതിനെ നീ പരിഗണിക്കണം. ആ ശരീരത്തിനെ ഒന്ന് സൂക്ഷിക്കണം. വഹിയ, എത്രത്തിൽ ആ ശരീരം, ആ നഫ്സ്, ഫിൽ അഅ്മാലി, നല്ല നല്ല അമലുകളിൽ, സായിമത്തുൻ, അത് വളർന്നുകൊണ്ടേയിരിക്കും, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നീ സൂക്ഷിക്കണം. എന്ത്? വഇൻ ഹിയ, ആ ശരീരം, ഇസ്തഹലത്തിൽ മർഅ, അത് മേയുന്ന സ്ഥലത്തിലേക്ക് ഇറങ്ങിയാൽ, ഫലാ തുസ്മി, പിന്നെ നീ അതിനെ ഉപേക്ഷിക്കരുത്. അതിനെ എന്ന് പറഞ്ഞാൽ ഒരു ആട് അല്ലെങ്കിൽ ഒരു പശു, ഒരു മൃഗത്തിന് മേയാൻ വേണ്ടി വിട്ടാൽ പിന്നെ അത് എവിടേക്കൊക്കെ പോവും. കിട്ടിയ സ്ഥലത്തേക്ക് അത് കയറി അന്യവൻ്റെ വീട്ടിലേക്ക് കയറി പിന്നെ അവിടുത്തെ അവരുടേതായുള്ളതായ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും അത് നശിപ്പിച്ചു കളയും. എന്നതുപോലെ നിന്റെ ശരീരത്തിനെ നീ വിട്ടുകളയരുത്. നന്മ ചെയ്യുന്നു പറഞ്ഞാൽ വിട്ടുകളയരുത്. അത് നീ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. അത് മേയുന്ന സ്ഥലത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതിനെ നീ ഉപേക്ഷിക്കരുത്. നീ അത് ശ്രദ്ധിക്കണം. എന്നതുപോലെയാണ് ശരീരം എന്ന് പറയുന്നത്. കം ഹസ്സനത് ലദ്ദതൻ ലിൽമർഇ ഖാതിലതൻ മിൻ ഹൈസു ലം യദ്രി അന്ന സുമ്മ ഫിദ്ദസമി. അതാ, കം ഹസ്സനത്, എത്രയെത്ര ശരീരങ്ങൾ, ഹസ്സനത്ത്, അത് മെച്ചമായി കണ്ടു. എന്തിനെ? ലദ്ദത്തൻ, രസത്തിനെ, ലിൽമർഇ, മനുഷ്യനിക്ക് നല്ല രസകരമായ കാര്യമാണെന്ന് വിചാരിച്ച് അത് മെച്ചമായി കണ്ടു. എങ്ങനെ രസം? ഖാതിലത്തൻ, അത് കൊല്ലുന്നതാണ്. അപ്പം കൊല്ലുന്നതായ രസം എങ്ങനെ? മിൻ ഹൈസു ലം യദ്രി, അവൻ അറിയാത്ത ഭാഗത്തോടുകൂടി, അന്ന സുമ്മ, തീർച്ചയായിട്ടും വിഷം, ഫിദ്ദസമി, അത് കുഴപ്പിലാണ്, അതായത് നെയ്പ്പാടയിലാണ്. അവൻ ഭക്ഷണം കഴിക്കുന്ന ആ നെയ്പ്പാടയിൽ തന്നെ വിഷമുണ്ട്, രസമുണ്ട് എന്ന് വിചാരിച്ച് കഴിച്ചാൽ അവനെ കൊല്ലും. എന്നതുപോലെയാണ് എത്രയെത്രയോ കാര്യങ്ങൾ രസകരമായി മനുഷ്യനിക്ക് കാണും. ശരീരം അത് മെച്ചമായി കണക്കാക്കും. പക്ഷേ അതിൽ പെട്ടാൽ ആ ശരീരത്തിനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ അത് കൊല്ലുന്നതായിരിക്കും, അവൻ്റെ ഈമാൻ നഷ്ടപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളതായ രസകരമായ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് അത് ചാടി വീഴാതെ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമേ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെ നന്നാക്കി തരട്ടെ, ശുദ്ധിയാക്കി തരട്ടെ. എല്ലാവിധ ആഫാത്ത് മുസീബത്തോട് നമ്മളെ ശരീരത്തിന് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, ബാഹ്യമായ രോഗത്തിനേക്കാളും അപകടകരമാണ് ഉള്ളിലുള്ള രോഗം. അതായത് ശരീരത്തിൻ്റെ, ആ മനസ്സിൻ്റെ രോഗം, കിബിർ, റിയാ പോലത്തെ പല രോഗങ്ങൾ, അതാണ് മനുഷ്യനെ കൊല്ലുന്നത്. അത്തരത്തിലുള്ള രോഗത്തിന് അള്ളാഹു നമ്മൾക്ക് മാറ്റിത്തരട്ടെ. നല്ല മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.